വീശിയടിക്കാതെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പൊറോട്ടൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ലെയറോട് കൂടിയ നല്ലൊരു പൊറോട്ട റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഹാഫ് ലെമൺ പിഴിഞ്ഞ് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ ഓയിലും 1 കോഴിമുട്ടയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. 3 കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആട്ടപ്പൊടിയിൽ വേണമെങ്കിൽ ആട്ടപ്പൊടിയിലും ചെയ്തെടുക്കുക. ആട്ടപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ടും കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാല് ഈ ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട് കറക്റ്റാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് പാലും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കുക. 10 മിനിറ്റ് വെക്കുന്നതിലേക്ക് ഒരു 5 മിനിറ്റ് വെക്കുക. അതിനുശേഷം തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വെക്കാം. ഒരു സമയം കൊണ്ട് ഒരു പ്ലേറ്റിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗീ കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് അത് ചൂടാക്കിയിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മെൽറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഗീക്ക് പകരം ഡാൽഡയും ഉപയോഗിക്കാം. ഡാൽഡയാണ് അധികവും പൊറോട്ട ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യൽ. ഡാൽഡ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗീ ചേർത്തത്. അപ്പോൾ ഡാൽഡയും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി. ഇനി ചപ്പാത്തി പലകയിലേക്ക് അല്പം മൈദ തൂക്കിയിട്ട് നമ്മൾ ഉരുട്ടി വെച്ച മാവിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ അത്ര കനം കുറച്ചിട്ടും നല്ല ഷേപ്പിലൊന്നും പരത്തിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഓയിലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് അടിയിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മൾ പരത്തിയെടുത്ത ആ ഒരു ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഓയിൽ ഒഴിച്ചിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം പരത്തിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ഓയിൽ മുഴുവനൊന്നും ഇതിൽ വേണ്ടി വരില്ല. അധികം ഓയിലൊന്നും അല്ലാത്ത പൊറോട്ടയാണ്. ആ ഒരു ഓയിൽ ഇതുപോലെ സൈഡിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കും. അന്നേരം നമുക്ക് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഒന്ന് എടുക്കാം. ഇനി ഇത് 1 മണിക്കൂറോളം അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് വീണ്ടും കുറച്ചുകൂടെ ഓയിൽ നമുക്ക് സൈഡിൽ വന്ന് നിൽക്കുന്നത് കിട്ടും. അപ്പോൾ ഇതുപോലെ 1 മണിക്കൂറോളം അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും ഓയിൽ വന്ന് നിന്നിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട്. 1 മണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂർ അടച്ചു വെച്ചാൽ മതി കേട്ടോ. അതിലും കൂടുതൽ വെക്കണ്ട. മാക്സിമം 1.5 മണിക്കൂറോളം വെച്ചാൽ മതി. ഒരുപാട് സമയമാകുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ഒട്ടിപ്പിടിച്ചതുപോലെ ആവും. മണിക്കൂറിന് ശേഷം തുറന്നിട്ട് ആ ഒരു സൈഡിലായ ഓയിലൊക്കെ ഇങ്ങ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഒരു ചപ്പാത്തി ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ പൊറോട്ട ആ ഒരു വീശി അടിക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും. പിന്നെ ഇതാ ഇത്രയും ഓയിൽ ബാക്കി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം വലിച്ചെടുത്തതിന് ശേഷം ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒന്നിക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അല്ലെങ്കിൽ ചപ്പാത്തി കോല് കൊണ്ട് പരത്തിയതിന് ശേഷം ചൂടായ ഓടിലിട്ടിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം റെഡിയായി എന്ന് കാണുമ്പോൾ വേണമെങ്കിൽ മാത്രം ബാക്കിയുള്ള ആ ഒരു ഗീൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ആക്കി കൊടുക്കുക. അതിനൊന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. അങ്ങനെ ചുട്ടെടുത്തതിന് ശേഷം ചൂടോടെ തന്നെ ഇതുപോലെ അടിച്ചിട്ട് സെർവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കറീൻ്റെ കൂടെ കൂട്ടി കഴിക്കാം.